ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിലെത്തിയതോടെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് പാർട്ടികൾ. കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പരപ്പിക്കുന്ന പരാജയമാണ് CPM-നുണ്ടായത്. അപ്രതീക്ഷിത തിരിച്ചടിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട ശേഷമാകും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക CPM തയ്യാറാക്കി. 20 ലോക്സഭാ സീറ്റുകൾ CPM 15 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക. 4 സീറ്റുകളിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. ഇതിൽ കേരള കോൺഗ്രസ് തോമസ് ചാഴിക്കാടനെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. CPI-യിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. നിലവിൽ 3 വനിതകളെയാണ് CPM ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത്. മുൻ മന്ത്രിയും MLA-യുമായ KK ശൈലജ, മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യ, AK ബാലന്റെ ഭാര്യ ജമീല എന്നിവരാണ് വനിതാ സ്ഥാനാർത്ഥികൾ. യുവാക്കളെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറവും എറണാകുളവും ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് തയ്യാറാക്കിയത്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തു ചേരുന്ന CPM നേതൃയോഗം സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കും. അതിനുശേഷമാകും പ്രഖ്യാപനമുണ്ടാവുക. CPM-ന്റെ കൈവശമുണ്ടായിരുന്ന ആറ്റിങ്ങൽ മണ്ഡലം കഴിഞ്ഞ തവണ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു. സമ്പത്ത് സ്ഥിരമായി ജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു അത്. എന്നാൽ കോൺഗ്രസിലെ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ നിന്നും മിന്നും വിജയം നേടി. ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ CPM കളത്തിലിറക്കുന്നത് മുൻ മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രനെയാണ്. അതേസമയം CPM ജില്ലാ സെക്രട്ടറിയും MLA-യുമായ V ജോയിയെ പരിഗണിക്കണമെന്ന് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉടൻ ചേരുന്ന നേതൃയോഗം തീരുമാനമെടുക്കും. കൊല്ലത്ത് KSFE ചെയർമാൻ വരദരാജന്റെ പേരിനാണ് മുൻതൂക്കം. അതേസമയം MLA മുകേഷിന്റെ പേരും കൊല്ലം ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ പേര് മാത്രമാണ് നേതാക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം മത്സരിക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ പറയുന്നു. ആലപ്പുഴയിൽ നിലവിലെ MP MM ആരിഫ് തന്നെ ഇത്തവണയും മത്സരിക്കും. ഇടുക്കിയിൽ ഇത്തവണയും ജോയ്സ് ജോർജ് തന്നെ മത്സരിക്കും. മുൻ മന്ത്രി C രവീന്ദ്രനാഥിനെയാണ് ചാലക്കുടി മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. ആലത്തൂരിൽ മുൻ മന്ത്രി AK ബാലന്റെ ഭാര്യ ജമീല CPM സ്ഥാനാർത്ഥിയാകും. വനിതാ പ്രാതിനിധ്യം കൂടി പരിഗണിച്ചാണ് ജമീലയെ CPM സ്ഥാനാർത്ഥിയാക്കുന്നത്. പാലക്കാട് M സ്വരാജും കോഴിക്കോട് എളമരം കരീമും CPM-ന്റെ സ്ഥാനാർത്ഥികളാകും. കണ്ണൂരിൽ മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യയാണ് പാർട്ടി മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. വടകരയിൽ മുൻ മന്ത്രിയും MLA-യുമായ KK ശൈലജ സ്ഥാനാർത്ഥിയാകും. കാസർഗോഡ് DYFI നേതാവും മുൻ MLA-യുമായ TV രാജേഷിനെയാണ് CPM കളത്തിലിറക്കുന്നത്. എറണാകുളത്തും മലപ്പുറത്തും ഇതുവരെ സ്ഥാനാർത്ഥി ആരൊക്കെയാണെന്ന് തീരുമാനമായിട്ടില്ല.